ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പഞ്ചാബി ധാബ സ്റ്റൈലിലുള്ള ദാൽ തടുക്ക അഥവാ ദാൽ ഫ്രൈ എന്നും നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ നല്ലൊരു സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പഞ്ചാബി സ്റ്റൈലിലുള്ള പരിപ്പ് കറി ആണ് ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത്. വളരെ സിമ്പിളായതും അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് നമ്മുടെ ഈ ദാൽ കറി. അപ്പോൾ നമ്മുടെ ഈ ദാൽ കറിയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ റൂബീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലുമുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമന്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. ദാൽ തടുക്ക എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് 3 ടൈപ്പ് പരിപ്പാണ് ആവശ്യമായിട്ടുള്ളത്. തൂർ ദാൽ, മസൂർ ദാൽ, മൂങ് ദാൽ എന്നിങ്ങനെ 3 പരിപ്പാണ് ആവശ്യമായത്. അതായത് നമ്മുടെ തുവരപ്പരിപ്പ്, പയറുപരിപ്പ്, പിന്നെ ഈ ചുവന്ന പരിപ്പ്. അരക്കപ്പ് അളവിൽ തുവരം പരിപ്പും അരക്കപ്പ് അളവിൽ ചുവന്ന പരിപ്പുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി 3 പരിപ്പുമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അരക്കപ്പ് അളവിൽ തുവരം പരിപ്പും ബാക്കി 2 പരിപ്പ് 1/4 കപ്പ് അളവിലുമാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ പരിപ്പിനെ നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വരാം. അതുപോലെ തന്നെ ഈ പരിപ്പ് ഞാൻ അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കാനായി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നു. ഇനി നമുക്കിതിനെ ഒരു കുക്കറിലിട്ട് ഒരു 4 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാനായി വെക്കാം. ഇപ്പോൾ 4 വിസിലായിട്ടുണ്ട്. നമുക്കിതിനെ വാങ്ങി വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കാം. ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ എന്നിവ ചേർത്ത് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതൊന്ന് നല്ല മൂത്ത് ബ്രൗൺ നിറമായി വരുമ്പോൾ വലിയ സവാള 1 എണ്ണം നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്തത് നമുക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവാളയെല്ലാം നല്ല വെന്ത് സോഫ്റ്റായി നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ടൊമാറ്റോ നല്ല വെന്ത് സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന പരിപ്പിനെ ചേർത്ത് മസാലയിലേക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കുക. എനിക്ക് ആവശ്യമായിട്ട് വന്നു, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് മല്ലിയില 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ദാൽ കറി ഒന്നുകൂടി സൂപ്പർ ആവാൻ വേണ്ടി കസ്തൂരി മേത്തി കുറച്ച് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം വാങ്ങി വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ കായപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സാക്കിയ ശേഷം നമ്മുടെ ദാൽ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സൂപ്പർ ടേസ്റ്റിലുള്ള പഞ്ചാബി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ദാൽ തടുക്ക അഥവാ ദാൽ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഗീ റൈസിന്റെ കൂടെയോ ജീര റൈസിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ എന്തിനും നമ്മുടെ സാധാരണ ചോറിന്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ്. വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.